വൺ ലാസ്റ്റ് ഡാൻസ്, വൺ ലാസ്റ്റ് മൂവി. ഇനി മുതൽ ഫസ്റ്റ് ലുക്കും ട്രെയിലറും ഓഡിയോ ലോഞ്ചും ഫാൻ ഷോസും ഒന്നുമില്ല. ജനനായകനിലൂടെ തമിഴ് സിനിമയിലെ എക്കാലത്തെയും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാൾ സിനിമയിൽ നിന്ന് വിരമിക്കുകയാണ്. കരിയറിന്റെ തുടക്കകാലത്ത് ഈ മുഖം കാണാനൊക്കെ ആരെങ്കിലും തിയേറ്ററിലോട്ട് വരുമോ എന്ന് എഴുതിയവരുടെ മുന്നിൽ തന്നെ ഇന്ന് അദ്ദേഹം വിരമിച്ച് പോകുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിട്ടാണ് അദ്ദേഹം തന്റെ കരിയർ അവസാനിപ്പിക്കുന്നത്. ജനനായകൻ തന്റെ അവസാന സിനിമയായിരിക്കുമെന്ന് വിജയ് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ട്രെയിലറും പാട്ടുകളും ഒന്നും ആരാധകർ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നിട്ടില്ലെങ്കിൽ പോലും 9-ാം തീയതി ആദ്യ ദിവസത്തെ ആദ്യ ഷോയ്ക്ക് തന്നെ എല്ലാ പ്രേക്ഷകരും ഒരുമിച്ച് തിയേറ്ററിലോട്ട് എത്തുമെന്ന് നമുക്കറിയാം. കാരണം അത് വിജയ് ചിത്രമാണ്. ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും വിമർശിക്കുന്നവരും ഒക്കെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കാണാൻ എന്തായാലും തിയേറ്ററിലോട്ട് വരും. കാരണം ഒരു വിജയ് ചിത്രത്തിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ലിറ്ററലി ഒരു സെലിബ്രേഷൻ ഓഫ് ഇവന്റ്സ് ആണ്. പരസ്യമായി വിമർശിക്കുന്നവർ പോലും ആരാധകരോടൊപ്പം തന്നെ ആദ്യ ദിനം ഒരു വിജയ് ചിത്രം കാണാൻ തിയേറ്ററിലോട്ട് എത്തും. കാരണം വിജയ് ചിത്രം എന്നത് ഒരു സിനിമയല്ല, പകരം ആൾക്കാർക്ക് അതൊരു ആഘോഷമാണ്. തന്റെ പുതിയ സിനിമ പ്രഖ്യാപിക്കുന്ന അന്ന് തൊട്ട് സിനിമയുടെ റിലീസിന്റെ അന്ന് വരെ ആ ഒരു ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ആരാധകർ മുഴുവൻ. ഇനി അങ്ങോട്ട് അതില്ല എന്നുള്ളൊരു സത്യം പറഞ്ഞ ഒരുപാട് പേർക്ക് വളരെ ഇമോഷണലി ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയായിരിക്കും. ജനനായകന്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ആരാധകർക്കൊക്കെ അവരുടെ ലൈഫിലെ തന്നെ ഏറ്റവും വിഷമകരമായൊരു നിമിഷം തന്നെയായിരിക്കും സമ്മാനിക്കുക. എന്തായാലും പടം നല്ലതായാലും മോശമായാലും ആദ്യ ദിവസത്തെ ആദ്യ ഷോയ്ക്ക് തന്നെ ഞാൻ പോകുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ആരൊക്കെ ജനനായകൻ കാണാൻ പോകുന്നുണ്ട്, ജനനായകങ്ങളുടെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും വിജയുടെ അവസാന ചിത്രം ഒരു മികച്ച ചിത്രം തന്നെയായി മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുക.